ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ ഓരോരോ പടികളും ഇങ്ങനെ തീർത്ത് മുന്നോട്ടേക്ക് പോവാം. രാവിലെ തന്നെ ആദ്യമോനെ എണീപ്പിച്ച് പഠിപ്പിക്കാനിരുത്താറുണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഇടയായിട്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് ഔദ്യോഗികമായി കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പാല് കാച്ചി കുടിക്കാനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുക കേട്ടോ. പാലൊരു ഭാഗത്തുനിന്ന് തിളയ്ക്കട്ടെ. അപ്പുറത്തെ ചെമ്പിൽ ഞാൻ വെച്ചിട്ടുള്ളത് നമുക്ക് കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. ഈ വെള്ളമാണ് നമ്മൾ രാത്രി വരെ കുടിക്കുക. പിന്നെ വേറൊരു ചെമ്പിലും കൂടി വെള്ളം തിളപ്പിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അവിടുന്ന് ആവട്ടെ. അപ്പോഴത്തേക്ക് നമ്മുടെ പാല് തിളച്ച് വരുന്നുണ്ട്. എനിക്ക് ഇങ്ങനെ ചായ ഉണ്ടാക്കാനാണ് കേട്ടോ ഇഷ്ടം. അതായത് പാലിങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് പൊടി ഇട്ടിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്ത് ചായ വെച്ചില്ലേ, എനിക്ക് അങ്ങനെ ഉണ്ടാക്കാനാണ് ഇഷ്ടം. ഇവിടെ അമ്മ എന്താണെന്ന് വെച്ചാൽ പാല് തിളപ്പിച്ച് മാറ്റി വെക്കും, എന്നിട്ട് വെള്ളം വെച്ചിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് കട്ടനാക്കുമല്ലോ, അങ്ങനെ എന്നിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ തിളപ്പിച്ച പാലിൻ്റെ പകുതി ഞാൻ മാറ്റി വെച്ചിട്ട് കുറച്ച് പാല് ഇതിലേക്ക് വെച്ച് കുറച്ച് വെള്ളം കൂടി വെച്ച് ഒന്നുകൂടി തിളപ്പിച്ചിട്ട് അതിലേക്ക് ചായപ്പൊടി ഇട്ടിട്ട് എനിക്കിഷ്ടമുള്ള രീതിക്ക് ഞാനൊന്ന് ചായ കാച്ചിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിങ്ങനെ അടുപ്പത്ത് വെച്ച് ഇങ്ങനെ തിളപ്പിക്കുന്നതിനനുസരിച്ച് ചായേൻ്റെ നിറം ഇങ്ങനെ മാറുകയും ചെയ്യും, കുറച്ചുകൂടി ടേസ്റ്റ് കൂടുകയും ചെയ്യും കേട്ടോ. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ചായ ഏകദേശം ഇവിടെ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കുടിക്കാം. ഞാൻ എന്തായാലും രാവിലെ വെറും വയറ്റിൽ ചായ കുടിക്കാറില്ല. എണീറ്റ് അപ്പം തന്നെ വെള്ളം കുടിക്കും. പിന്നെ അതിന് ശേഷം നമ്മൾ രാവിലെ ഞാൻ വേറെ ഒരു സാധനം കുടിക്കുന്നുണ്ട്, അത് കഴിക്കും, എന്നിട്ടാണ് ഈ ചായ കുടിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഗോതമ്പ് ദോശയാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന സാധനം ആയതുകൊണ്ട് ഞാൻ ഇതാണ് ഇന്നിവിടെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. കുറച്ച് എടുക്കാം, എന്നിട്ട് വെള്ളം ഉപ്പും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാൻ വെക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഓയിൽ തടവിയതിന് ശേഷം നമുക്ക് ഓരോ ദോശയും ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഇതിന് സംഭവം ഞാൻ ദോശ ഉണ്ടാക്കണമെന്നല്ല കേട്ടോ വിചാരിച്ചത്, ഞാൻ പൂരി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് രാവിലെ നേരമില്ലാത്തത് കാരണം ഞാൻ ദോശയിൽ ഒതുക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കൂട്ടാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഓൾറെഡി നിങ്ങൾ റീലായിട്ട് കണ്ടിട്ടുണ്ടാകും. നമ്മളിവിടെ പനീറിൻ്റെ ഒരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത്, പനീർ മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എന്താ പറയുക, കറിക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള കറിക്കുള്ളത് ഞാൻ രാവിലെ തന്നെ അങ്ങോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ആ ഒരു പനീർ മസാലേൻ്റെ ആ റീലിൻ്റെ അകത്ത് നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതായിരുന്നു നമുക്ക് ഇന്ന് ദോശേൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. പൂരിയുടെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അതിനുശേഷം ഒരു 10-11 മണിയൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതേപോലെ ഡെയിലി ബേസിസിൽ ജ്യൂസ് കഴിക്കാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ജ്യൂസ് കഴിക്കുക. ഞാനിപ്പോൾ കുടിക്കുന്നത് ABC ജ്യൂസാണ്. ഇത് ഞാൻ അരിക്കാതെയാണ് കേട്ടോ കുടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചിട്ട് കുടിക്കാം. അരിച്ചിട്ട് കുടിക്കാത്തതാണ് ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവുക. ധാരാളം നാരുകൾ അതേപോലെ തന്നെ ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുള്ളത് കാരണം നമ്മൾ അരിക്കണം എന്നില്ല കേട്ടോ. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് കുടിക്കാൻ വേണ്ടിയിട്ട്. ആ ബീട്രൂട്ടിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കൂടുതലായിട്ട് എടുത്ത് നിൽക്കുക. ഞാൻ ഈ ഒരു ഡെയിലി ബേസിസിൽ ജ്യൂസ് കഴിക്കുന്നത് എനിക്ക് മാത്രം അറിയുന്ന ഒരു പേഴ്സണലായിട്ട് കാര്യമാണ്. ഒരു 7 days ജ്യൂസ് ചലഞ്ച് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പം നിങ്ങൾക്കും അറിയുണ്ടാകും. പക്ഷേ ഞാനത് അവിടെ വെച്ച് നിർത്തിയിട്ടില്ല കേട്ടോ. അതിനുശേഷം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്ക് എന്താ പറയുക, ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടായിരുന്നു. തക്കാളി വെച്ചിട്ടാണ് കേട്ടോ. ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി ഞാൻ ഇട്ടു. പിന്നെ ഞാൻ ഓർത്തെ ഇതിലേക്ക് ഇഞ്ചിയും കൂടി ചേർക്കാനുണ്ടല്ലോ. അപ്പം നമ്മൾ നേരത്തെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള അരച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ വെളുത്തുള്ളി മാറ്റിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തു. ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരിത്തിരി പുളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ടാണ് ഞാനിത് അടിച്ചെടുക്കുന്നത്. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. ഇനി അരച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർത്താലും മതി, കുഴപ്പമില്ല. ഈ ഒരു തക്കാളി ചമ്മന്തി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വറവിട്ടിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഞങ്ങളെ
കളിയും ബഹളമൊക്കെ കഴിഞ്ഞു. ഞാൻ നേരത്തെ വെച്ചിട്ടുള്ള കറിയിലേക്കുള്ള കഷ്ണങ്ങളും തേങ്ങ അരച്ചതും മഞ്ഞൾപ്പൊടി മുളക് പൊടി സാധനങ്ങൾ ഉപ്പൊക്കെ ചേർത്തിട്ട് അത് ഇതാക്കുകയാണ്, വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം ഞാൻ പോയിട്ടൊരു എന്താ പറയുക, പപ്പായ, ഞങ്ങളുടെ ഇവിടേക്ക് കർമൂസ എന്ന് പറയുക, അവനെ കൂടി കുത്തി തള്ളിയിട്ടിട്ട് ഒരു ഉപ്പേരി വെക്കാമല്ലോ എന്ന് ഓർത്തിട്ട് അവനെയും കൂടി കുത്തി തള്ളിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ റീലും നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാകും. ഇതിൽ കാണിച്ചിട്ടുള്ള പനീറിൻ്റെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, ഈ ഒരു പപ്പായയുടേതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ വീഡിയോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളൊരു അടിപൊളി ഉപ്പേരി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടിരുന്നു, അതും കൂടി കഴുകി വെച്ച് അടുക്കളൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളിതാ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അതാണ് നമ്മൾ ഉണ്ടാക്കിയ ഉപ്പേരി. ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കി വെക്കാനുണ്ടാവും. അതിനുശേഷം ഞാനൊന്ന് പുറത്ത് പോയായിരുന്നു, ജസ്റ്റ് ഒന്ന് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു എന്തുകൊണ്ട് എനിക്ക് എൻ്റെ പഴയ സ്റ്റൈലിലേക്ക് മാറിക്കൂടാ എന്ന്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തുള്ള ഹെയർ സ്റ്റൈൽ ഒന്നുകൂടി ഒന്ന് കൊണ്ടുവരണം എന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ ഹെയർ വാഷ് ചെയ്തു. അതിനുശേഷം ഹെയർ ഞാൻ കട്ട് ചെയ്തു ഗൈസ്, കട്ട് ചെയ്തു. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, അപ്പോൾ ഇത് എന്നോ എടുത്ത വീഡിയോ ആണോ എന്ന്. യെസ്, ഇത് എടുത്തിട്ട് കുറേ ആയി. നമ്മൾ ഡെയിലി ബേസിസിൽ വീഡിയോസ് ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസ് എടുത്ത് ഞാൻ ലാപ്പിലിങ്ങനെ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്യും. ഇന്നത്തെ ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നടക്കുന്ന സംഭവം നിങ്ങൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ടേ കാണുള്ളൂ കേട്ടോ. അന്നന്ന് അതായത് ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ നാളത്തേക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടല്ല ചെയ്യുന്നത്. അപ്പോൾ കുറേ ദിവസവും ഞാൻ വീഡിയോസ് ഇങ്ങനെ എടുക്കുന്നുണ്ട്, ഒക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് അതിനനുസരിച്ച് ഞാനിങ്ങനെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ എനിക്ക് അതിനുള്ള സമയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ ഹെയറൊക്കെ കട്ട് ചെയ്ത് ഹെയറൊക്കെ ഒന്ന് നന്നായിട്ട് ഉണക്കുകയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ട് എൻ്റെ ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പണ്ടത്തെ ആ ഒരു ലുക്കിലേക്ക് എത്തിയപ്പോഴേക്ക് ഭയങ്കര സന്തോഷമായി. ഞങ്ങളിങ്ങനെ സംസാരിച്ച് തള്ളി മറിക്കായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെയാണ് ത്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാഴ്ച നല്ല അടിപൊളിയായിട്ട് ത്രെഡ് ചെയ്തിട്ട് ഞാൻ ത്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹെയർ ചെയ്തത്. ത്രെഡ് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ പിന്നെ ഇതും കൂടി ചെയ്യാമെന്ന് ഓർത്തു. ഹെയറൊക്കെ നല്ല സെറ്റാക്കി. നിങ്ങൾ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ ബാക്കി വീഡിയോസ് ഉണ്ടായിരുന്നേ, എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി ഗൈസ്, മിസ്സായിപ്പോയി. അതിനുശേഷം നമ്മൾ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രണ്ടിൽ മാത്രമേ ഇതേമാതിരി വെട്ടിയിട്ടുള്ളൂ, ബാക്കിലേക്ക് ലോങ് ഹെയർ അങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ അത് കാരണം എങ്ങനെ ഹെയർ അഴിച്ചിട്ട് പോകാനുള്ളൊരു ഒരു ഇത് എനിക്കില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം ഹെയറൊക്കെ എങ്ങനെയൊക്കെയോ കെട്ടി വെച്ച് ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. ആദ്യമോൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. അവരിരുന്ന് പഠിക്കലും കളിക്കലൊക്കെയാണ്. ഇത് നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് നമ്മുടെ ആ റൂമിൻ്റെ ഒരു ഭാഗം മൊത്തം നമ്മൾ ഇതേപോലെ വോൾ സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ 1, 2, 3 വീതമൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തത്. മീഷോന്നാണ് വാങ്ങിയത്. അതിനുശേഷം ആദ്യമോന് കുറച്ച് എന്താ പറയുക ഡിക്റ്റേഷൻ വേർഡ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു എഴുതി പഠിക്കാൻ വേണ്ടിയിട്ട്, പറഞ്ഞാൽ അത് ചെയ്യാനേ. അതിനുശേഷം പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്ന വീഡിയോസാണ് കേട്ടോ. ഞാനിന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നല്ലോ, അന്നേരം വാങ്ങിയതാണ് കേട്ടോ ഈ ഒരു ക്യാൻവാസിൻ്റെ ബോർഡ്. സംഭവം എൻ്റെ കയ്യിൽ ക്യാൻവാസിൻ്റെ വലിയ റോളില്ലേ, നമ്മളിങ്ങനെ എന്താ പറയുക, അതിൻ്റെ ആ കവറൊക്കെ വരുന്ന ടൈപ്പിലുള്ള എത്ര കുറച്ചധികം വിലേൻ്റെ സാധനം, ഫുൾ വലിയ റോള് അങ്ങനത്തത് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഈ മ്യൂറൽ പെയിൻറ്റിങ് ഒക്കെ സംഭവം ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ചിത്രം വരയ്ക്കാനായിട്ട് അറിയില്ല. എന്നാലും ഇതിങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ചെറുതായി ഞാൻ ചെയ്തിട്ട് ഞാൻ അങ്ങനത്തെ വലിയ റോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതേപോലെ 14,000 രൂപേൻ്റെ കളറും കാര്യങ്ങളും ബ്രഷും അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മ്യൂറൽ പെയിൻറ്റ് എൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അത് മാത്രമല്ല ഫാബ്രിക് പെയിൻറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. ക്രാഫ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും എൻ്റെ കയ്യിലുണ്ട്. പോട്ട് പെയിൻറ്റിങ്ങിന് ഞാൻ ഈ മാരേജ് പോട്ടൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ, ഗിഫ്റ്റൊക്കെ ആയിട്ട്. ഞാൻ ആർക്കും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ തന്നെയായിരുന്നു ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യലുണ്ടായിരുന്നു. അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ പോയി. അപ്പോൾ അങ്ങനെ ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് വാങ്ങിയതാണ് കേട്ടോ. ജസ്റ്റ് എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാനൊക്കെ എടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഈ ഒരു ബോർഡിൽ നമുക്ക് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം, മ്യൂറലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവം ചെയ്യണം എന്നുള്ളത് എൻ്റെ വലിയൊരു ആഗ്രഹം. ഇത് വലിയ വിലയൊന്നുമില്ല,
രൂപയോ 90 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. ചെറുതാണ് കേട്ടോ, കുട്ടിയാണ്. ഇതിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം. വെയിറ്റ് ചെയ്യുക. നമ്മുടെ മീൻകുട്ടികളില്ലേ, ഇതേ കാണുന്നവർ, ഇവർ വളർന്ന് വലുതായിട്ടുണ്ട് കേട്ടോ. ഇത്രയും വലിപ്പം വെച്ചിട്ടുണ്ട്. 5 ആളുകളുണ്ട് കേട്ടോ. ഇവർ ഇത്തിരി കൂടി വലിപ്പം വെച്ചതിന് ശേഷം മറ്റേ ആളുകളുടെ കൂടെ ഇടാമെന്ന് വിചാരിക്കുകയാണ്. അതിലിപ്പോൾ ഒരാണും 2 പെണ്ണും മാത്രമേ ഉള്ളൂ. ഒരാൾ ചത്തുപോയിട്ട് അതിലൊരാൾ ഗർഭിണിയാണ് ഗൈസ്. ഞങ്ങൾ ഡെലിവറി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാവരും ഓടി ചാടി ഇങ്ങനെ കളിക്കുന്നുണ്ട്. അവർക്ക് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇന്ന് നമ്മൾ കപ്പയും ചപ്പാത്തിയും കറിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ, സി യു.